ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. എന്താണ്? മസാല വറ്റാൻ പോകും. നമ്മുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന പോലെയാ. ഇനിയിപ്പോൾ എന്നാ ചെയ്യൂത്? ഇനിയിപ്പോൾ എണ്ണയ്ക്കകത്ത് ഇടാൻ പോകും. നേരെ ഇടും, നേരെ ഇടും, എന്നിട്ട് വറക്കും. വറുത്തിട്ടാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുന്നത്. അത് ഇതിന് വിളിച്ചു, രണ്ടുകൂടെ വെച്ചോ. എണ്ണ ചൂടായി. ഇനി നമ്മൾ ഇതെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്ത് അങ്ങോട്ട് ഇടാൻ പോകാം. ഓക്കെ, എന്നാ പിന്നെ അത് നടക്കട്ടെ. കൈ കൊള്ളല്ലേ? അടേ എടുക്കാച്ചു. അപ്പം നമ്മളിനി ചെയ്യാൻ പോണത് ഇത് വറുത്ത് കഴിഞ്ഞിട്ട് പൊള്ളിക്കുക. പൊള്ളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തോട്ട് ആക്കിയിട്ട് വേറെ മസാല ഉപയോഗിക്കണം. അതിനെന്നാക്കെ ഉപയോഗിക്കുന്നത്? വെളുത്തുള്ളി, സവോള, പച്ചോള് അരച്ച മസാലയാണ്. അരച്ച എണ്ണയ്ക്കകത്ത് വാട്ടിയിട്ടാണ് ആ മസാല ഉപയോഗിക്കുന്നത്. ഓ, ചേട്ടൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും അരച്ച്, പ്രത്യേകിച്ച് തക്കാളി വേണം. തക്കാളി ഇതുപോലെ അരച്ച് കുഴമ്പ് പരുവത്തിലാക്കിയിട്ടാണ് ഈ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വരാലെടുത്ത് ഈ പേസ്റ്റ് കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് നമ്മൾ പൊള്ളിക്കാൻ പോണത്. ഇടലായിരിക്കും. സൂപ്പർ. ചട്ടി വെക്കുക. അതൊന്നുകൂടെ നമ്മൾ ചെയ്യും. ഡ്രൈ ആക്കും. ഈ സാധനം ഇങ്ങനെ പൂരി അകത്ത് വെക്കുക. ഇതിന് മേലോട്ട് മസാല ഇങ്ങനെ. അപ്പം നമ്മുടെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളത് ഇലയിലോട്ട് മാറ്റാം. മീനിൻ്റെ മുകളിലേക്ക് നമ്മളെ പേസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാണുമ്പോൾ തന്നെ പിടിവിട്ട് പോവാം. എത്ര നേരം ഇരിക്കണത്? ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ്. ഇലയുടെ ഒരു ഇതും കൂടെ വരുമ്പോഴത്തേക്കിനും, അല്ലേ, ഒരു ആവിയോടെ വരുമ്പോഴത്തേക്കിനും ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഇതെല്ലാവരും ചോദിക്കുന്നത് ഇവിടെ, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ മാറ്റട്ടെ. സമയമായില്ലേ? അപ്പോൾ മാറ്റിക്കോ. വേണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ബീച്ചേട്ടൻ ഒരു കിടുക്കം വരാല് പൊള്ളിച്ചത് റെഡിയാക്കി തന്നിരിക്കുകയാണ്. ബീച്ചേട്ടാ, ഒരുപാട് നന്ദി. ഇതിൻ്റെ കൂടുതൽ സ്പെഷ്യലായിട്ട് നമ്മുടെ തങ്കമ്മ അമ്മച്ചിയുടെ ഒരു താറാവ് കറി നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ദിവസം 2 റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്രൂവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു ഓഫറാണ്. അപ്പോൾ താറാവ് കറിയും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ഇത് കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കാം.